ഐഡന്റിഫൈ ചെയ്യുന്നതും ഐഡന്റിഫൈ ചെയ്ത് ഇത് സീസ് ചെയ്യുന്നതും. പ്രഥമ ദൃഷ്ട്യാ തീർച്ചയായും അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂട്ടാനിൽ വില കുറവാണെന്നുള്ളതല്ല, ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു പോറസ് ബോർഡറാണ്, ഭൂട്ടാനിലേക്കുള്ള ഒരു പോറസ് ബോർഡറാണ്. നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം. മാത്രമല്ല, ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ്. അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ കുറച്ചുകൂടി സൗകര്യമാണെന്നുള്ളത്. അത് ഭൂട്ടാൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരൊരു പെർമിറ്റ് കൊടുക്കും. ആ പെർമിറ്റിന്റെ ബേസിലാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ല, ഇവിടെ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്റ്റർ ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ നടക്കുന്നതേ ഉള്ളൂ. കാരണം ഭൂട്ടാൻ ഗവൺമെന്റുമായിട്ട് നമുക്ക് സംസാരിച്ച് അവരുടെ വണ്ടികളാണോ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് ഭൂട്ടാൻ ആർമിയുടെ വണ്ടികളായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വണ്ടികളെല്ലാം നമ്മൾ മോർത്തിന്റെ, അതായത് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റാബേസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ ഇന്ന് സീസ് ചെയ്തിട്ടുള്ളത്. അത് ദാറ്റ് ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരും. അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം. ഇല്ല, ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോക്കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം. തൽക്കാലം നമുക്ക് ഒരു NGO ഇതിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ആക്ഷൻ എടുക്കും. ഇപ്പൊ മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല. ഇപ്പോ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം. ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 2 വണ്ടികളാണ്. മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല.